നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലായി ഓടിക്കൊണ്ടിരിക്കുന്ന മഴ തോരും മുമ്പേ എന്ന സീരിയലിലെ കൃഷ്ണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജാൻവിയാണ്. നമ്മുടെ ഈ കാസർഗോട്ടുകാരിയാണ് ജാൻവി. ജാൻവിയെ പരിചയപ്പെടാം. കൂടുതൽ സീരിയൽ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കാം. നമസ്കാരം ജാൻവി. എങ്ങനെയാണ് ഈ ഒരു സീരിയലിലോട്ടുള്ള എൻട്രി? ഞാൻ മുമ്പേ ഡാൻസ് പഠിക്കുന്നുണ്ട്, ഒരു 10 വർഷത്തോളം ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഡാൻസ് ടീച്ചറൊക്കെ രാഗേഷ് ടീച്ചറെ കാസ്റ്റ് ചെയ്ത ഭാസ്കർ എന്ന് പറഞ്ഞ ചേട്ടനാ സീരിയലിലേക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നത്. ഈ സീരിയലിൽ വന്നതിന് ശേഷം എല്ലാവരും അറിയുന്നുണ്ടോ? ഇപ്പൊ വഴിയിൽ കണ്ടാലൊക്കെ അറിയുന്നുണ്ടോ? ഉറപ്പായിട്ട് എല്ലാവരും അവരെ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ വന്നിട്ട് ഇങ്ങോട്ട് പറയാണ്. അമ്മമാരായിരിക്കും അല്ലെ കൂടുതലായിട്ടും? കുറച്ച് ആന്റി, ഭയങ്കര ഒരു അമ്മമാരൊക്കെയാണ്. ഇപ്പൊ സീരിയലിന് കുറച്ചും കൂടെ സീരിയൽ കാണുന്നത് ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവര് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാറുണ്ടോ? കാരണം അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പറയാറുണ്ട്. ഈ സീരിയലിൽ തന്നെ ഇത് കാണുന്നവര് അയ്യോ അലീനെ അങ്ങനെ ഉപദ്രവിക്കല്ലേ, പിന്നെ അമ്മയോട് പറയണം അലീനെ അങ്ങനെ ഉപദ്രവിക്കരുത്. നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മറ്റുള്ളവരുടെ കാര്യം പറയാറുണ്ട്. അമ്മയോട് പറയണം അങ്ങനെയൊന്നും ചെയ്യലെന്ന് പറയണം. ഓക്കെ. അപ്പം സെറ്റിലൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലെ? സെറ്റിൽ ഇത് സീരിയൽ ആയതുകൊണ്ട് തന്നെ കുറെ വർഷമായല്ലോ ഒരുമിച്ച്, അതായത് 1 വർഷത്തോളം ഒരുമിച്ചായി. അപ്പൊ അതിന്റെ സീരിയൽ ലൊക്കേഷന്റെ ഏറ്റവും നല്ലൊരു എപ്പോഴും മെമ്മറിയിൽ ഓർക്കാൻ പറ്റിയ ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും ഞാൻ ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്റെ 2 ബർത്ത്ഡേയും, അതായത് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഈ വർഷത്തെ ബർത്ത്ഡേയും സീരിയൽ സെറ്റിലാണ്, ലൊക്കേഷനിലാണ് ആഘോഷിച്ചത്. അതൊരു നല്ലൊരു മൊമെന്റ് ആണ്. പിന്നെ സ്കൂളിലൊക്കെ പോവാൻ സമയം കിട്ടാറുണ്ടോ? ഏകദേശം ദിവസവും സീരിയലിന്റെ എല്ലാ എപ്പിസോഡിലും എനിക്ക് കാണുന്ന മുഖമായിരിക്കും ജാൻവിയുടേത്. അപ്പം എങ്ങനെയാണ്? സ്കൂളില് പോലെ കുറവാണ്, എന്നാലും ക്ലാസ് സൈലത്തിലൊക്കെ കേട്ട് അങ്ങനെ പഠിക്കുന്നു. എല്ലാരും സപ്പോർട്ടാണോ? സ്കൂളിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ആയാലും ഫ്രണ്ട്സും ടീച്ചേഴ്സും HM ഒക്കെ ഭയങ്കര സപ്പോർട്ട്. അതെല്ലേ. കുറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെ എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ഒരു 8 മൂവി ചെയ്തു. 8 മൂവി ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ മൂവി ഏതാണ്? ലാസ്റ്റ് ഇറങ്ങിയ മൂവി ശുക്രൻ എന്ന് പറഞ്ഞ ശുക്രൻ, സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ടുള്ള, അതായത് നായികയുടെ ചെറുപ്പകാലം ചെയ്ത ശുക്രനില്. എങ്ങനെയായിരുന്നു? സീരിയൽ ലൊക്കേഷൻ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുപോലെ തന്നെ സിനിമ ലൊക്കേഷൻ ആണോ? എനിക്ക് സിനിമ ചെയ്യണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം, പക്ഷെ ലൊക്കേഷൻ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, സിനിമയും സീരിയലും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സിനിമ ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം? എനിക്ക് എല്ലാ ആക്ടേഴ്സിനെയും ആർട്ടിസ്റ്റിനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോഹൻലാലിനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. സോ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഏത് ക്യാരക്ടർ ചെയ്യാനാണ്? മോഹൻലാലിന്റെ മോളായിട്ട് കിട്ടിയാല് നമ്മുടെ ദൃശ്യം സിനിമയിലുള്ള പോലെ. ഓക്കെ. അപ്പം സിനിമ ലൊക്കേഷൻ ആണോ കൂടുതലായിട്ട് അനുഭവങ്ങൾ തന്നിട്ടുള്ള സീരിയൽ ലൊക്കേഷൻ ആണോ? ഇപ്പോ സീരിയൽ ഞാൻ പറഞ്ഞല്ലോ 1 വർഷത്തോളായിട്ട്. അപ്പോ ആർട്ടിസ്റ്റ് തമ്മിൽ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള സീരിയലിലാണ്. സിനിമ ലൊക്കേഷൻസും നല്ലതാണ്. ഓണവിശേഷങ്ങളിലേക്കും കൂടെ നമുക്ക് പോവാം. കാരണം നമ്മുടെ ഓണം എപ്പിസോഡിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓണം ഈ സീരിയലിൽ വന്നതിന് ശേഷം ഒരു ഓണം ഉണ്ടായിട്ടുണ്ടോ? സീരിയലിൽ വന്നതിന് ശേഷം ഒരു എപ്പിസോഡിൽ ഓണായിട്ട് കാണിച്ചിട്ടില്ല. അതായത് ഒരു ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഓണം സെലിബ്രേഷൻ ഇല്ലായിരുന്നു. കഴിഞ്ഞ ഇയർ ഓണം ഞാൻ നാട്ടിലായിരുന്നു. ഈ വർഷത്തെ അറിയില്ല എങ്ങനെയാണ്. അതെ അല്ലേ. അപ്പം ചെറുപ്പകാലത്തെ ഓണം ഓർക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? എന്റെ അച്ഛൻ മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പൊ ഏകദേശം അച്ഛൻ ഓണ സമയത്താണ് ലീവായിട്ട് വരിക. അതുകൊണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങളും കൂടെ നമ്മളെ പ്രേക്ഷകരൊന്ന് കേൾക്കട്ടെ. ഓണത്തിന് പറഞ്ഞാല് അതായത് കുറച്ച് ഇയേഴ്സ് ബാക്ക് അമ്മയുടെ ചേച്ചിയുടെ വീട്ടില് ഓണം സെലിബ്രേറ്റ് ചെയ്യും, അമ്മയുടെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഇയർ ഓരോരോ വീട്ടിലാണ് ഓണം ഉണ്ടാവുക. ഓണത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ? പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറില്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞാൻ മുമ്പ് പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ അതൊരു 2 മാസം കഴിയുമ്പോൾ നിർത്തി. എന്ത് പറ്റി? എനിക്ക് പാട്ട്
പാട്ട് പാടാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്തോ ഡാൻസിനോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ വലുതായിട്ട് ജോബുമായിട്ട് മുമ്പോട്ട് പോകാനാണോ താല്പര്യം, അതോ ഒരു അഭിനേത്രിയായി എന്നെ അറിയപ്പെടണം അങ്ങനെയാണോ? എല്ലാം ജോബും ഉണ്ട്, നല്ലൊരു ജോബ് ഉണ്ടാവണം, കൂടെ ഈ ഒരു ആക്ടിങ് ഫീൽഡും ഡാൻസിങ് ഫീൽഡും കൂടെ കൊണ്ടുപോകണം. എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റുമോ? ഓക്കെ. അപ്പം ഓണത്തിന്റെ ചോദിച്ചു. അപ്പൊ വീട്ടില് പൂക്കളൊക്കെ ഇടാറ് ജാൻവി തന്നെയാണോ? ജാൻവി ഒറ്റമോളാണോ? ഒറ്റമോളാണ്. അപ്പൊ ജാൻവി തന്നെയാണോ അതോ അമ്മയാണോ? ഞാൻ തന്നെയാ ഏകദേശം പൂക്കളും, ഞാനും പിന്നെ കസിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെല്ലാരും കൂടി പൂക്കളൊക്കെ. ഇപ്പൊ പ്രാവശ്യം ഷൂട്ട് ഏത് ഡേറ്റിനാ വരിക? അതറിയില്ല. ഇപ്പൊ ഓണത്തിന് ലൊക്കേഷനിലാണെങ്കിൽ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, നാട്ടിലാണെങ്കിൽ ഞാൻ തന്നെ ലൊക്കേഷനിലെ ഓണം എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കും ഓണം. ഓക്കെ. മനു എന്ന ക്യാരക്ടറും അലീന എന്ന ക്യാരക്ടറും ഒക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള അംഗം പോലെ തന്നെ നമുക്ക് കണ്ട് പരിചയമായി. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് സെറ്റില്? അതേപോലെ സീരിയസ് ഉള്ള ആൾക്കാരാണോ? അതുപോലെ രാഹുലേട്ടനായാലും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. രാഹുലേട്ടൻ, പിന്നെ വൈഷ്ണവേച്ചി, ഷഹനാസ്, വേദ, എല്ലാവരും. നികിതേച്ചി ഇത്രയും ഈ ഒരു 1 year ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. നികിതേച്ചിക്ക് വേറൊരു സ്ഥലത്താ ഷൂട്ട്. എല്ലാരും നല്ല കമ്പനിയാണ്. ഓക്കെ. അപ്പം സ്കൂളിൽ നിന്ന് ഹോംവർക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ് അത് ചെയ്യാ? എനിക്ക് എന്റെ ഫ്രണ്ട് നോട്ട് അയക്കും, ശിവാനി നോട്ടൊക്കെ അയക്കാറുണ്ട്. അപ്പൊ അത് നോക്കി എഴുതും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൈലം ക്ലാസ് കേൾക്കും. അങ്ങനെ. അപ്പൊ അവിടെ പോകുമ്പോ ബുക്കൊക്കെ കൊണ്ടുപോവോ ഷൂട്ടിന് പോകുമ്പോ? നോട്ട്ബുക്കും പിന്നെ കെസിയ പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അവളുടെ ടെക്സ്റ്റ് ഒക്കെയാണ്. എല്ലാം ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എറണാകുളത്ത് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് വയ്ക്കും, നാട്ടിലെ കുറച്ച് ടെക്സ്റ്റ്. ഒരു മാസത്തില് എത്ര ദിവസം ഷൂട്ട് ഉണ്ടാവും? ഒരു 10 to 15 days വരെ ഉണ്ടാവും അല്ലേ? ബാക്കി ദിവസം പഠിക്കാനുണ്ടോ? അപ്പൊ നല്ല പഠിക്കുന്ന കൂട്ടത്തിലാണോ അതോ മീഡിയം ആണോ? പഠിക്കും. ഓക്കെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. കുറച്ച് ഇതുമായിട്ട് ടീച്ചേഴ്സും പറയും പോയാലും, അതായത് ക്ലാസ് മിസ്സായാലും നന്നായിട്ട് പരീക്ഷ എഴുതണം, മാർക്ക് വാങ്ങിക്കണം. അതെ അതെ. അപ്പം അടുത്തത് SLC ആണ് വരുന്നതല്ലേ? അപ്പൊ അതിൻ്റെതായ ഇതുണ്ടാവും എന്തായാലും. പിന്നെ 9th കുറച്ച് ടഫാണ് 8th അപ്പൊ അതിങ്ങനെ കൊണ്ടുപോകണം. പിന്നെ സിനിമയെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അപ്പൊ ശുക്രൻ എന്നുള്ള സിനിമന്റെ സംവിധായകൻ ആരായിരുന്നു? ഉബേനി എബ്രഹാം. അതെ അല്ലെ? അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ശുക്രനിലേക്ക് എന്നെ അനുക്കുട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാ വിളിച്ചേ. എങ്ങനെ ഡാൻസ് വഴി പോയതാണോ? ഞാൻ ഡാൻസ് വഴി തന്നെയാണ് ഒരു ഷോർട്ട് ഫിലിമിൽ കയറി, അങ്ങനെ ഓഡിഷൻ വഴി സിനിമയിൽ കയറിയതാ. അപ്പൊ ഇങ്ങനെ മുഗൾ പരപ്പ് പറഞ്ഞൊരു മൂവിയിൽ പരിചയപ്പെട്ടത് അനുക്കുട്ടൻ ചേട്ടനെ. അപ്പൊ ചേട്ടൻ വിളിച്ചിട്ടാ ശുക്രൻ മൂവിയിലും. അതെ അല്ലേ? അതില് നായകനായിട്ടുള്ള കഥാപാത്രം ആരായിരുന്നു? നായകൻ ബിബിൻ ജോർജ് ആണ്, നായികയായിട്ട് ആദി ചേച്ചിയാണ്. ഇനി വരുന്നുണ്ടല്ലേ ഏതോ ഷൂട്ട് കഴിഞ്ഞല്ലേ? ഡിസ്കോ എന്ന് പറഞ്ഞ മൂവിയില് ഉല്ലാസ് ചെമ്പൻ ഡയറക്ടറായ ഡിസ്കോ മൂവി ഷൂട്ട് കഴിഞ്ഞു, ഡബും കഴിഞ്ഞു, ഉടനെ റിലീസ് ഉണ്ടാവും. എപ്പോഴാണ് റിലീസ് വല്ലതും പറഞ്ഞോ? എനിക്കറിയില്ല നേരെ. ഓക്കെ. അപ്പം ജാൻവിന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, അച്ഛൻ, ഞാൻ. നിങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം ഈ വരുന്ന ഓണത്തിന് വീട്ടിലാവണം എന്നാണോ ആഗ്രഹം, അവിടെയാണോ? എവിടെയായാലും എനിക്ക്, കാരണം ഒരു മോളാവുമ്പോ നമുക്ക് ഓണത്തിന് ഇപ്പോ കസിൻസ് ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ ആയാലും ഹാപ്പിയാണ്. ലൊക്കേഷനിലും കുറെ ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ഉണ്ടല്ലോ. ജാൻവി ആണോ അവിടെ ചെറിയ കുട്ടി? അതായത് ആ വീട്ടില് ഞാനാണ് ചെറുത്, പക്ഷെ അബ്ലു എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടി ഉണ്ട്. അതില് നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്നവരുടെ ആ ഒരു ഇതെങ്ങനെയാണ്? അവിടെ ഭയങ്കര സീരിയസ് ആണോ? ഇപ്പോ നെഗറ്റീവ് ചെയ്യുന്ന ഒരാളാണ് വൈഷ്ണവേച്ചി, പിന്നെ നിത ആന്റി. ഇവരൊക്കെ നല്ല കൂളായിട്ട് നല്ല ഇതായിട്ട് പോകുന്ന ആൾക്കാരാണ്, നല്ല സ്നേഹത്തോടുള്ള ആൾക്കാരാണ്. സീരിയൽ വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് കൂടുതൽ ചോദിക്കാനുള്ളത്. കാരണം ജാൻവി ഇപ്പം ഹിറ്റായി കാസർഗോഡ് കാര്യങ്ങൾ പലരും അറിയുന്നത് ഇന്നായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഭാഷയിലാണെങ്കിലും എങ്ങനെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഭരണി ഉത്സവത്തിന് പോയാൽ എല്ലാ ഭരണിക്കൊക്കെ വരാറുണ്ടോ, കാസർഗോഡൊക്കെ വരാറുണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ കാസർഗോഡാണെന്ന് കുറെ പേർക്ക് അറിയില്ല. എന്താ വെച്ചാല് കാസർഗോഡ് ആ ഒരു ടച്ച് പോലും വരുന്നില്ല. ഞാൻ കുറെ സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഞാൻ എന്നെ അതിശയപ്പെട്ടു പോയി. പാലക്കുന്നുകാരിയാണോ എന്ന്. ഇപ്പൊ പ്രേക്ഷകരും അതിശയപ്പെടുന്നുണ്ടാവും. നമ്മുടെ കാസർഗോട്ടുകാരിയാണോ ഈ കുഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പം വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങളിൽ എടുത്തു പറയാൻ? ചെറുപ്പത്തില് അമ്മമ്മേന്റെ വീട്ടിൽ പോകുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ഓണത്തിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു ഓണം ഏതായിരിക്കും?
അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എല്ലാം ആണോ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ പോയാലും അവിടെ കസിൻസ് ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകും. പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ 2 മക്കളുണ്ട്. അവർ ബോംബെയിലാണ്. അപ്പൊ അവര് വരുമ്പോ അവരുടെ കൂടെ പൂക്കളൊക്കെ ഇടും. അങ്ങനെ. അപ്പോ ഈ സീരിയല് കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി ഒരു സീരിയല് ഹിറ്റ് സീരിയല് വന്നാല് അതില് ആക്ട് ചെയ്യും? നല്ലൊരു ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും നല്ല ക്യാരക്ടർ, നല്ല സീരിയലൊക്കെ ആണ് എന്തായാലും ചെയ്യും. ഓക്കെ. അപ്പം സിനിമ ഇനി ഏതിലെങ്കിലും കമ്മിറ്റഡ് ആണോ? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഡിസ്കവറിന്റെ മൂവി കഴിഞ്ഞേ ഉള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞു, ടീച്ചേഴ്സ്. അപ്പം കൂട്ടുകാരെന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടോ? ക്ലാസ്സിലുള്ള എല്ലാരും നല്ല ഫ്രണ്ട്സ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനുണ്ടാവുമല്ലോ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് സ്കൂളില്? അങ്ങനെ പറഞ്ഞാൽ നാളെ എനിക്ക് സ്കൂളിൽ പോകണ്ടേന്നല്ലേ? ടീച്ചേഴ്സിനെയും ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലേ? എച്ച് എം ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ലീവ് എടുക്കുന്നതിനൊന്നും കുഴപ്പം പറയാറില്ല. ഇവരുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ പോകാൻ പറ്റുന്നത്. നല്ല സപ്പോർട്ട്. അതെല്ലേ? ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്? മാത്സ് ആണോ? എല്ലാം ഇഷ്ടമാണ്. മാത്സ് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അപ്പം സ്കൂളില് ഇതൊക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുമ്പം എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റോടെ നോക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം കണ്ട സീരിയലിന്റെ കാര്യങ്ങളും ഒക്കെ പറയോ? ഫ്രണ്ട്സ് സീരിയലൊക്കെ കാണാറുണ്ട്. പക്ഷെ കൂടുതൽ അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷെ അവര് കണ്ട് സപ്പോർട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. എല്ലാം മെസ്സേജ് അയക്കോ? അവര് ഈ ടിവിയിൽ കാണുമ്പോ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സിനിമയിലോട്ട് പോവുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിച്ച 8 സിനിമയാണല്ലേ അഭിനയിച്ച? 8 സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? നല്ലൊരു ക്യാരക്ടർ. ശുക്രനിൽ ഇപ്പൊ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ മൂവി ഇഷ്ടമാണ്. ഡിസ്കോഡ് ലൊക്കേഷൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എല്ലാ മൂവിയും ഇപ്പൊ ഓരോരോ മൂവി കയറിയോണ്ടാണല്ലോ വേറെ കുറെ മൂവി കിട്ടിയത്. അപ്പൊ എല്ലാ മൂവിയുടെ ലൊക്കേഷനും. ഇതുവരെ ആയിട്ടും ഏതെങ്കിലും ഓഫർ വന്നിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ? ശരിയാവില്ല. ചില മൂവീസില് എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല. സീരിയലിന്റെ ഡേറ്റ് അങ്ങനെ ക്ലാഷ് ആയിട്ടോ അല്ലെങ്കിൽ എക്സാം ആയിട്ടൊക്കെ സിനിമ അങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല. ഷൂട്ടിന് പോകുമ്പോ ആരാണ് കൂടെ വരിക? അമ്മയാണോ? അമ്മയാ കൂടെ വരിക. ഫസ്റ്റ് ഷെഡ്യൂളിൽ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. പിന്നെ അമ്മയാ വന്ന എപ്പോഴും. അപ്പൊ നാട്ടില് അച്ഛൻ ഒറ്റയ്ക്കാവൂലേ? അച്ഛൻ വീട്ടിലൊറ്റയ്ക്കാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട് വീടും. അങ്ങനെ കുഴപ്പമില്ല. 15 ദിവസമൊക്കെ അവിടെ തന്നെയല്ലേ നിക്കുന്നേ? ആ ഒരു ഇതുണ്ടല്ലേ. മഴതോരും മുമ്പേ എന്ന സീരിയലിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പം എങ്ങനെയാണ് ആദ്യത്തെ ദിവസം പോകുമ്പോ ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ആദ്യമായിട്ട് മോക്ക് ഷൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പോയപ്പോഴാണ് ഇവരെ വൈഷ്ണവി ചേച്ചിനെയും കിഷോറങ്ങളും എല്ലാവരും ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ആ ഒരു എക്സൈറ്റ്മെന്റും, ആദ്യമായിട്ടാണ് സീരിയല്, എന്റെ ഫസ്റ്റ് സീരിയലാണ് മഴതോരും മുമ്പേ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊമോ ഷൂട്ടിന് പോയി. പ്രൊമോ ഷൂട്ടിലാണ് ഏകദേശം എല്ലാവരുമായിട്ടും കുറച്ചും കൂടെ കമ്പനി ആവുന്നത്. പിന്നെ അങ്ങനെ ഷൂട്ടൊക്കെ തുടങ്ങി. സ്ക്രിപ്റ്റ് അവര് തന്നത് നമ്മൾ പഠിച്ചിട്ടാണോ പിന്നെ അഭിനയിക്കുക? അല്ല, ഇത് പ്രോംപ്റ്റിങ്ങിലൂടെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കായിരിക്കും. സ്ക്രിപ്റ്റ് ഫസ്റ്റ് തന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നെ അത് പ്രോംപ്റ്റിങ്ങിലൂടെ അങ്ങനെ പറയാ ചെയ്യാം. ഈ സിനിമയിലായിട്ട് തോന്നിയിട്ടുണ്ടോ അത്? ഇല്ല, പ്രോംപ്റ്റിങ്ങും നമ്മൾ ഫസ്റ്റ് സീൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് മൈൻഡ് കയറും. പിന്നെ അത് കേട്ട് പറയും, പ്രോംപ്റ്റിങ് കേട്ട് പറയും. ആ ഒരു ടൈമിൽ അവർ പറഞ്ഞു തരുമ്പോ നമുക്ക് അതേ ഫീല് കൊണ്ടുവരണ്ടേ മുഖത്ത്? അതൊക്കെ വരാറുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നു കൃഷ്ണ എന്നുള്ള കഥാപാത്രം വെറും ഒരു പാവം കുട്ടിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ മാത്രം കുറച്ചൊരു വാശിക്കാരി ആവാറുണ്ട്. വാശിക്കാരി അല്ല, കൃഷ്ണ ഒരു എന്താ പറയാ, അത്യാവശ്യം കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൃഷ്ണജ എന്നുള്ളത്. നല്ലത് കണ്ടാൽ നല്ലത് പറയും, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ അമ്മ ചെയ്യുന്നത് തെറ്റെന്ന് അറിഞ്ഞിട്ട് അമ്മയെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അമ്മയെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യോ അങ്ങനെയല്ല. പക്ഷെ അമ്മ ചെയ്യുന്ന തെറ്റ് അമ്മയോട് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജീവിതത്തിലും ഇങ്ങനെ പാവമാണോ? അമ്മയോട് വാശി പിടിക്കാറൊന്നുമില്ല? വാശി പിടിക്കാറൊക്കെ ഉണ്ട്, അത്യാവശ്യം വാശി പിടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ പാവാണ്. അമ്മ എന്താണ് പറയല്? അയ്യോ, ആ സീരിയലില് പാവം കുട്ടിയാണല്ലോ. അമ്മ ഇപ്പൊ ആരെങ്കിലും കൃഷ്ണജ ഭയങ്കര പാവാണ്, അതുപോലെ തന്നെയാണോ വീട്ടിലെന്ന് ചോദിക്കുമ്പോ അതുപോലെ എന്ന് പറയാറുണ്ട്. ഈ സീരിയലില് അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോമഡി കഥാപാത്രം ആരാണ്? കോമഡി കഥാപാത്രം എന്ന് പറയുമ്പോ നമ്മൾ എന്തെങ്കിലും സാഡ് ആയിട്ട് ഇരിക്കുമ്പോ ചിൽ മൂഡാക്കുന്ന ആരെങ്കിലും? അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മാമച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ
അത് ഇപ്പോൾ സാജു കൊടിയൻ അങ്കിൾ ചെയ്യുന്നത് എനിക്ക് കുറച്ചൊരു കോമഡി ടൈപ്പ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ കോമഡി ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ആരും. ക്യാരക്ടർ അല്ല ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് ആ സെറ്റില് നമ്മളിപ്പോ സാഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഭയങ്കര എല്ലാവരും ഭയങ്കര എന്താ ചളി പറയും കോമഡി പറയൊക്കെയാണ് എല്ലാവരും. സെറ്റിൽ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണോ? അതെ, ഏകദേശം എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. ഏറ്റവും ഇഷ്ടമാണ് ആ സെറ്റിന്ന് വരുന്ന സമയത്ത് ഏറ്റവും മിസ് ചെയ്യുക ആരെയായിരിക്കും? അയ്യോ, അങ്ങനെ ഇപ്പൊ എല്ലാരെയും മിസ് ചെയ്യും. ഇപ്പൊ കൂടുതൽ ഒരുമിച്ചുണ്ടാവാ ഞാനും ഷഹനാസ് ചേച്ചി, വേദചേട്ടൻ, നമ്മളൊരു ഫാമിലി, അമ്മ മക്കൾ, ആ ഒരു കുടുംബം ഉണ്ടല്ലോ. വൈഷ്ണേച്ചി ആയാലും കിഷോറങ്ങളായാലും പിന്നെ എല്ലാവരെയും മിസ് ചെയ്യും. ഡയറക്ടർ ആയാലും ക്രൂ ആയാലും എല്ലാവരും മിസ് ചെയ്യും. എല്ലാവരെയും മിസ് ചെയ്യും. പിന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, നമ്മൾ ഈ ഫുഡ് കുറേ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് കാണും, പക്ഷെ അതൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അപ്പം ഒറിജിനലായിട്ട് കഴിക്കുവാണോ? ആ ഒരു ലഞ്ച് ടൈം ആണെങ്കിലും ഡിന്നർ ടൈം ആണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണോ അതോ വെറുതെ ആ ഷൂട്ടിന് വേണ്ടി മാത്രമാണോ? അല്ല, കഴിക്കുന്നതാണോന്ന് വെച്ചാല് സീനിന് വേണ്ടി കഴിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഡയലോഗ് കൂടെ ഡെലിവറി ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പൊ ഒറിജിനൽ ആയിട്ട് കഴിക്കുന്നതാണ് നല്ല ഫുഡ് തന്നെയാണ്. അതെ അല്ലേ? സീരിയൽ ലൊക്കേഷനിലെ ഫുഡാണോ സിനിമ ലൊക്കേഷനിലെ ഫുഡാണോ ഏറ്റവും ഇഷ്ടം ജാൻവിക്ക്? അങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നുന്നു സിനിമ ലൊക്കേഷനിലെ ഫുഡും ആണ് വെറൈറ്റി ഫുഡ് ആയിരിക്കും അല്ലേ? അതാകുമ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അല്ലേ? പിന്നെ ലൈഫ് ക്ലബ് എന്ന് പറഞ്ഞൊരു മൂവിയിലുണ്ടായിരുന്നു. അപ്പോ അതില് ഈ കാണുന്ന ചില ഫുഡൊക്കെ ആർട്ട് വർക്ക് ആണ്. അങ്ങനെ ആർട്ട് വർക്ക് ആയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ട്. പക്ഷെ സീരിയലില് ഒറിജിനൽ ഫുഡ് തന്നെയാണ്. ഈ സീൻ വരുമ്പോ അവര് ആർട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡാണ്, എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് അവർ എഴുതിയെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ പലർക്കുള്ള ഡൗട്ടായിരിക്കും ഡ്രസ്സ് നമ്മുടെ നോർമൽ ഡ്രസ്സൊന്നും ഒരു സീരിയലിനും നമ്മൾ കാണാറില്ല. ഭയങ്കര ഹെവി വർക്കും ഒക്കെ ഉള്ള ഇതായിരിക്കും. എത്ര സാധാരണക്കാരാണെങ്കിലും ഭയങ്കര ഒരു ഇതിലങ്ങനെയല്ല. ഈ സീരിയലില് എല്ലാവരും ഭയങ്കര നോർമൽ ആയിട്ടാണ് ഡ്രസ് ഇടുന്നത്. നായിക ആയാലും ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനൊക്കെ ഭയങ്കര ഹെവി ഡ്രസ് ഒക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെ ആരും ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. എല്ലാം നോർമലി. ഞാനാണെങ്കിൽ ഇപ്പോ എന്തെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സീനോ നൈറ്റ് സീനൊക്കെ ആണെങ്കിൽ ഞാൻ നൈറ്റ് ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് സീരിയലില്. ഹെവി ആയിട്ട് ആരും യൂസ് ചെയ്യുന്നില്ല. ഇല്ല അല്ലെ? ബാക്കി കുറെ സീരിയലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ വീടായിരിക്കും, പക്ഷെ ഡ്രസ്സിങ് നൈറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. എപ്പോഴും സാരി. അപ്പം അവരവരുടെ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യണോ അതോ സീരിയൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യോ? ഇല്ല, ഞാനൊക്കെ എൻ്റെ മൈ ഓൺ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ കുറെ സാധാ വീട്ടിലും സാരിയൊക്കെയാണ്, പക്ഷെ ഇതില് നോർമൽ നൈറ്റി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ജോയ്സാറും എല്ലാരും പറയാറുണ്ട്, ഡയറക്ടർ ആയാലും ഹെവി ആയിട്ട് ഹെയർ ഒന്നും ചെയ്യാൻ പാടില്ല, ഹെവി ആയിട്ട് മേക്കപ്പും എല്ലാവരുടെയും ഈ ഒരു സീരിയൽ ഒരു വെറൈറ്റി തന്നെയാണ്. എല്ലാവരും നോർമൽ ആയിട്ട് ഹെവി ആയിട്ടൊന്നും ചെയ്യാറില്ല. ലിപ്സ്റ്റിക് ഓവർ ഒന്നും ഇടാൻ പാടില്ല. നമ്മൾ സാധാ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ ഡ്രസ് ചെയ്ത് നിൽക്കണം. പല ക്യാരക്ടേഴ്സും അതിലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറച്ചൊരു നമ്മളെ എല്ലാവരും ഒരുപോലെ സംസാരിക്കില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു ജാൻവിയായിട്ട് ഇതുവരെ കമ്പനി ആവാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. ഇത് നമ്മൾ പരിചയപ്പെടാത്ത കുറേ പേരുണ്ട്. ഈ സീരിയലായാലും വേറെ ഞാൻ ഇതുവരെ നേരിട്ട് മീറ്റ് ചെയ്യാത്ത കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ. ആ എപ്പിസോഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ അവര് ഷൂട്ട് ഉണ്ടാവില്ല അല്ലെ? അതായത് നമുക്കും അവർക്കും ഒരുമിച്ച് ഷൂട്ട് ഉണ്ടാവാറില്ല, അപ്പൊ മീറ്റ് ചെയ്യാറില്ലല്ലോ. അങ്ങനെ പരിചയപ്പെടാത്ത കുറെ പേരുണ്ട്. ആരൊക്കെയാണ് അവരൊക്കെ? ശരണ്യ വീട്ടില് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പൊ അവരൊന്നും അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സദ്യയാണ് ആദ്യം ഓർമ്മ വരിക. അപ്പം ജാൻവിക്ക് ഇഷ്ടപ്പെട്ട ഓണ വിഭവം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കാസർഗോഡൊക്കെ എന്റെ വീട്ടിലൊക്കെ സ്ഥിരം ഓണത്തിന് ചിക്കൻ വെക്കാറുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ ട്രിവാൻഡ്രവും അങ്ങോട്ടുള്ള സ്ഥലത്തൊന്നും ഓണത്തിന് ചിക്കൻ ഒന്നും വെക്കാറില്ല. സോ അങ്ങനെ ഓണത്തിന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാം ഞാൻ ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ചിക്കൻ ഇഷ്ടമാണ്. പിന്നെ എല്ലാം കറിയും സാമ്പാറും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുക്ക് ചെയ്യാറുണ്ടോ? അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പക്ഷെ സ്വന്തമായിട്ട് അങ്ങനെ വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. യൂട്യൂബ് നോക്കിയൊക്കെ ചെറുതായിട്ട് ഈ പുഡിംഗ് ഒക്കെ. നമുക്ക് സമയമില്ലല്ലോ, ഷൂട്ട് പിന്നെ പഠിത്തം ഒക്കെ ആയി പോവുകയാണല്ലോ അല്ലെ? ചെറുതായിട്ടൊക്കെ വീട്ടിലുണ്ടാകുമ്പോ ഹെൽപ്പ് ചെയ്യും. പിന്നെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടോ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടിയിട്ട്? എനിക്ക് ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ
ഓർഫനേജിലൊക്കെ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം നടന്നില്ല. ഇനി വരുന്ന ബർത്ത്ഡേക്ക് നോക്കണം. നമ്മുടെ കൂടെ കുറച്ച് സമയമെങ്കിൽ വളരെ തിരക്ക് പിടിച്ച ജീവിതമാണെന്ന് അറിയാം ഈ ചെറിയ പ്രായത്തിലും. പക്ഷെ ഭയങ്കര പക്വതയോട് കൂടിയാണ് കേട്ടോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് തോന്നുന്നില്ല. കാരണം ഒരു പക്വതയോട് കൂടിയാണ് സംസാരിക്കെങ്കിൽ. പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സംസാരിക്കുമ്പോ മാത്രമാണ് അടുത്ത ഒരു പക്വത ഫീൽ ചെയ്യുന്നു. കാരണം 9ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡന്റ് നമ്മളൊക്കെ 9ാം ക്ലാസ് പഠിക്കുന്ന പറയുമ്പോൾ ആ ഒരു കുട്ടിക്കളി മാറാത്ത, പക്ഷേ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു പക്വതയാണ്. അപ്പം ഇത്രയും തിരക്കിട്ട വേളയിലും ഞങ്ങളോട് അല്പനേരമെങ്കിലും ഇവിടെ ചെലവഴിക്കാൻ മനസ്സ് കാണിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ ഓണാശംസകൾ നേരുകയാണ് അഡ്വാൻസ് ആയിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകരോട് ഈ ദിവസം എന്താണ് പറയാനുള്ളത്? ഓണമൊക്കെയാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ നേരുന്നു. നമ്മുടെ സീരിയൽ കാണാനുള്ള പ്രേക്ഷകരോട് അതായത് രാത്രി 7 മണിക്കാണ് ഇപ്പോൾ മഴതൊരു മുമ്പേ സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് TV-യിൽ കാണുന്നതിനേക്കാളും ജിയോ ഹോട്ട്സ്റ്റാറിൽ കുറെ പേര് കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് നല്ലൊരു അതിഥിയെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.